പുറത്ത് കിടക്കാനാണോ പ്ലാൻ? ഞാൻ കാണിച്ചു തരാം. എന്താ എന്തിനൊക്കെ ചേട്ടാ ഇങ്ങോട്ട് വന്ന? നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? മുറിയിൽ കിടന്നിട്ട് കാറ്റ് കിട്ടുന്നില്ല, ചൂടെടുക്കുന്നു. അതാ ഞാൻ ഇവിടെ വന്ന. നീ പറഞ്ഞത് കറക്റ്റാ, എനിക്കും കാറ്റ് കിട്ടുന്നില്ലോ, അതാ ഞാനും വന്നത്. അക്കു ചേട്ടാ ഇത് ശരിയല്ലേ? എന്ത് ശരിയല്ലെന്ന് പറയ്, എന്ത് ശരിയല്ലെന്ന്? ഞാൻ ശരിയാക്കി തരാനേ. എന്തോ അക്കുചേട്ടൻ മനസ്സിൽ വെച്ചിട്ടും മനഃപൂർവ്വമായി കാണിക്കുന്നെ. അതെ, നിന്നെ ആലോചിച്ച് തന്നെയാ ഞാൻ ഈ കാണിക്കുന്നത്. എന്താ എന്താ പറഞ്ഞേ? അല്ല, ഞാനൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല എന്നാ പറഞ്ഞത്. ശരി, അക്കുചേട്ടൻ പോയി ബെഡ്റൂമിൽ കിടക്കാൻ നോക്കൂ. റൂമിലെ കാറ്റ് കിട്ടുന്നില്ല, ചൂടാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ നീയും വാ. ഞാൻ വന്ന ചൂട് മാറുവോ? കാറ്റ് കിട്ടുവോ? കിട്ടും, നീ വന്നു നോക്ക്, അപ്പൊ മനസ്സിലാവും. ഞാൻ വരില്ല, ഇവിടെ കിടക്കാൻ പോവാ. അത് ശരി, എന്നാലേ ഞാനും ഇവിടെ കിടക്കും. എന്താ എന്തിനാ എത്തി നോക്കുന്നേ? അക്കുചേട്ടൻ എന്താ വേണ്ടേ? നിന്നെ വേണം. എന്താന്ന്? അത് ഒന്നുമില്ല, കിടന്നു. ഞാനിവിടെ കിടന്ന് ചുമ്മാ ആകാശം നോക്കിയപ്പോഴേ ചന്ദ്രനെ കണ്ടു. പിന്നെ ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോ ചന്ദ്രന്റെ സ്ഥാനത്ത് നിന്റെ മുഖം. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ അടുത്ത് കിടന്ന കാക്കോത്തി എങ്ങനെ ആകാശത്ത് വന്നു? നീ ഇവിടെ എന്റെ അടുത്തുണ്ടോന്ന് എത്തി നോക്കിയതാ. അക്കുചേട്ടൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ലേ? നോക്ക്, അമ്പിളിയമ്മാവനെ നോക്ക്. എന്നെയല്ല, അമ്പിളിയമ്മാവനെ നോക്കാൻ. സൂക്ഷിച്ചു നോക്കി, ഇപ്പോ മനസ്സിലാവുന്നുണ്ടോ? നിന്റെ മുഖം കാണുന്നില്ലേ? നിന്റെ കണ്ണുകൾക്ക് ആ നിലാവിന്റെ തിളക്കമാണ്. നിലാവിന്റെ ആ പ്രകാശം ശ്രദ്ധിച്ചോ? അതാണ് നിന്റെ ചിരി. When your eyes speak, my ears don't need to hear anything else. പിന്നെ വവ്വാല് ചപ്പിയ പോലത്തെ മൂക്കും. കണ്ടില്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അതെന്റെ മുഖമൊന്നുമല്ല, ചന്ദ്രനാ. ചന്ദ്രനോ? ഏയ് അല്ല, എനിക്ക് നിന്റെ മുഖമായിട്ടാ തോന്നുന്നത്. എന്നാലും എന്റെ കാക്കോത്തി, നിന്റെ മുഖം ഞാൻ എങ്ങനെ അവിടെ കണ്ടു? നിലാവ് പോലെ. ആവോ, എനിക്കറിയില്ല.
നിലാക്കാക്കോത്തി. നിലാക്കാക്കോത്തി കേൾക്കുന്നുണ്ടോ? ചന്ദ്രൻ ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ? ആ, ഞാനും ഇവിടെ ഒറ്റയ്ക്കാം. അങ്കിളിന് ഒറ്റയ്ക്കിരിക്കുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് ഒറ്റയ്ക്കാവുമ്പോ വല്ലാത്തൊരു വിഷമാ. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നും. ഇതൊക്കെ ആര് മനസ്സിലാക്കാനാ? മനസ്സിലാക്കേണ്ടവരെ ഒന്നും അറിയാത്ത പോലെ കിടക്കുക. എനിക്കാരുമില്ലേ? എനിക്കാരുമില്ലേ? ഇല്ലേ? ഇല്ല. ചന്ദ്രനെങ്കിൽ ഞാൻ താങ്കളോടാ ചോദിച്ചത്. ജീവിതാവസാനം വരെ ഞാനിവിടെ ഒറ്റയ്ക്കാവൂ ചന്ദ്രനെങ്കിൽ? ഞാനിങ്ങനെ എന്റെ മനസ്സിലെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിനക്ക് എന്നോട് സംസാരിക്കാൻ തോന്നുന്നില്ലേ? എന്തെങ്കിലും പറയൂ എന്റെ നില. എന്റെ അവസ്ഥ നീ കാണുന്നില്ലേ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഉണ്ടാക്കണം. ഉണ്ടാക്കിയല്ലേ പറ്റൂ. എന്റെ നില, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ടോന്ന്? അല്ല അല്ല, നീ എങ്ങോട്ടാ? എങ്ങോട്ടാ? കാപ്പതി നിക്ക്, കാപ്പതി. ഏറ്റില്ല. ഇനി എന്താ ചെയ്യാ?